ഞങ്ങളിതേ ഒരു ഈവനിങ് ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതേ ആള് ട്രിവാൻഡ്രത്ത് നിന്ന് ഇന്നലെ എത്തിയുള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയതാണ്. ഹലോ, ഈ പുതിയ ഡാഷ് ക്യാമറ വെച്ചു ഗൈസ്. അതിൻ്റെ എന്തോ ഒരു പണിയിലാണ്. എന്തോ ഇത് ആ ചേച്ചി എന്താ പറയുന്നുണ്ട്, മെമ്മറി കാർഡ് ഇട്ടില്ല ഗൈസ്, നിങ്ങൾ മെമ്മറി കാർഡ് മേടിക്കണം. പഴയതിരിക്കുന്നത് ഇടാനുള്ള ശ്രമത്തിലാണ്. ഓ ഇങ്ങനെയാണോ ഇടാനായിട്ട് കൈ അങ്ങനെ എത്തുന്നില്ല. എൻ്റെ കൈ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണ്ടേ. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മെമ്മറി കാർഡ്. ആ മിറർ പൊട്ടണ്ടാട്ടാ. എൻ്റെ ഇവിടെ നിൽക്കണം. ഞാൻ ഇട്ടോക്കണോ? നമ്മൾ ആദ്യം എങ്ങോട്ടാ പോകുന്നേ? നമ്മളിപ്പോൾ ആദ്യം ഏഷ്യനെറ്റ് അവാർഡ് ഫങ്ഷൻസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് എന്തെങ്കിലും ഡ്രസ് പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഭാവനയിലേക്ക് ഓണത്തിന്റെ ഡ്രസ്സ് എടുക്കണം. പിന്നെ ഇഷ്ടമാത്രത്തിലേക്ക് ഡ്രസ് എടുക്കണം, കോസ്റ്റ്യൂം എടുക്കണം. കാരണം മാസത്തിൽ ഇപ്പൊ ആള് 2 ദിവസമേ കൊച്ചിയിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ പെട്ടെന്ന് നമുക്ക് എല്ലാം എടുത്ത് വെച്ചില്ലെങ്കിൽ ആ സമയത്ത് കിട്ടില്ല. അപ്പൊ കുറച്ച് പർച്ചേസുകൾ, അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഒരു എക്സ്ക്യൂസും കൂടെ പറയാണ്, എല്ലാ ആഴ്ചയും ഞങ്ങളെ വീഡിയോസ് മനസ്സിലായിട്ടോ. കാരണം ഇപ്പൊ പഴയ പല വീഡിയോ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. പറഞ്ഞോളൂ. അതുകൊണ്ട് ഇന്നിപ്പോൾ മൊത്തം കിട്ടുമെന്ന് അറിയില്ല, നല്ലൊന്ന് പോയി നോക്കണം. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു വീട്ടിൽ ഫംഗ്ഷൻ വരുന്നുണ്ട്, ഒരു കല്യാണ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ ഒരു ദിവസമാണല്ലോ, നാളെ വീട്ടിലോട്ട് പോകും. ഇന്നത്തെ ഒരു ദിവസം ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അതിന് വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും നോക്കേണ്ടി വരും. ഞങ്ങൾ ഇറങ്ങി ഓൺ ദ വേ. എങ്ങോട്ടാണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഗൈസ്. റോഡ് നല്ല ശാന്തതയുണ്ട്. തിരിച്ചു വരുമ്പോൾ ബ്ലോക്കിൽ പെടില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോഴും ബ്ലോക്കിൽ പെടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഒരു കുഞ്ഞി ബ്ലോഗ്. ഇന്ന് ഞങ്ങൾ വിചാരിച്ചു നല്ല മഴയായിരിക്കുന്നു, പക്ഷെ നല്ല മഴക്കാറായിരുന്നു ഇന്ന്. അയ്യോ, ആ ജീൻസ് ബാൽക്കണിയിലുള്ളത് അത് മഴ പെയ്യില്ലാന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ന് ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ട് കറക്റ്റ് ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു. ഇന്ന് ഏട്ടനെത്തിയപ്പം ഇന്ന് ഫുൾ മഴക്കാറായിരുന്നു ഇവിടെ. അപ്പൊ ഞാൻ അല്ല, ഇന്നലെ മഴയല്ല, ഇന്നലെ ഫുൾ വെയിലായിരുന്നു. സോറി ഗൈസ്, ഇന്നലെ ഫുൾ വെയിലായിരുന്നു. ഇന്ന് ഏട്ടൻ ഒരു ലോഡ് കോസ്റ്റ്യൂമായിട്ട് വന്നതുകൊണ്ട് ഇന്ന് നല്ല മഴക്കാറായിരുന്നു. മഴ പെയ്തില്ല, പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ഒരുമാതിരി ഒരു കാലാവസ്ഥയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ച് വേഗം ഇറങ്ങി പർച്ചേസിന് പോകാൻ. കാരണം MG റോഡ് സൈഡിലേക്ക് ഞങ്ങൾ പോകുന്നത്. അവിടെ ആണെങ്കിൽ മര്യാദയ്ക്ക് പാർക്കിംഗ് ഒരു രക്ഷയില്ല. അതുകൊണ്ട് MG റോഡ് പർച്ചേസിന് പോകാൻ ഭയങ്കര മടിയാണ്. മുകളിലേക്കാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഇട്ടിട്ട് പോകാനായിരിക്കും, പക്ഷെ ഇതൊട്ടും പാർക്കിംഗ് ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോയിട്ടൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് വണ്ടി, കാരണം ഞങ്ങൾ പാർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾക്ക് ആളുടെ മൂടൊക്കെ അപ്പോൾ പോവും അല്ലേ. Find the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. ബ്ലോക്കിൽ പെട്ടു ഗൈസ്. ഞങ്ങൾ ഫോറം മോളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബട്ട് ഫുൾ റെഡാണ് കാണിക്കുന്നത്. ഈ നുണക്കുഴി മൂവി നല്ലതാന്ന് തോന്നുന്നുണ്ടല്ലേ? അത് ഇറങ്ങിയോ? നാളെ ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ടിട്ട് പറയാം. 15-ാം തീയതി നാളെ നുണക്കുഴി, ജിത്തു ജോസഫ് മൂവി. മിക്കവാറും കറങ്ങേണ്ടി വരുമായിരിക്കും. നമസ്കാരം ഗൈസ്, നമ്മൾ ഫോറം മോളിന്റെ ഉള്ളിലോട്ട് കടന്നിരിക്കുന്നു. അപ്പോൾ ഇത് പാർക്കിംഗ് ചേട്ടൻ നമുക്ക് വഴി പറഞ്ഞു. ഓ വത്സല, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് കിട്ടുമല്ലോ. ഇവിടെ ഉണ്ടോ? നമ്മൾക്ക് താഴെ തന്നെ പാർക്കിംഗ് കിട്ടിയിരിക്കുന്നു ഗൈസ്.
ചോട്ടു ഇതേ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നു. ഓഹോ Surround my soul with the positivity. That's why I don't worry about the things that I don't see. Yeah. These days I don't worry about much. I think we should have some more fun. I still dream about the days when we were young. I'll take a hit. Guys, ഞങ്ങൾ ഈ ഫോറം മോളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. പർച്ചേസ് കഴിഞ്ഞു. ഇനി എല്ലാവരും ചില്ലറ കുറച്ച് പരിപാടികളുണ്ട്. കഴിച്ചിട്ട് കഴിക്കാൻ എന്താ പരിപാടി? ഇവിടുന്നാണോ വീട്ടിൽ നിന്ന് കഴിക്കാൻ തോന്നുന്നു. ഞാനന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിച്ചായിരുന്നു. ഞാൻ ഇന്ന് മട്ടൻ ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ ഇന്ന് മട്ടൻ ബിരിയാണി നല്ല പോലെ കഴിച്ചു, വിശാലമായി കഴിച്ചു. കുറച്ച് ദിവസത്തെ പ്രൊഡക്ഷൻ ഫുഡിന്റെ ക്ഷീണം അങ്ങോട്ട് തീർത്തു. ഷൂട്ട് കഴിഞ്ഞ് വന്ന ആള് പിന്നെ ഒരു 2 ദിവസത്തേക്ക് എനിക്ക് പ്രാന്ത. അതെ, പിന്നെ ശരി. ശരി. അപ്പൊ ഇരുട്ടായി തുടങ്ങി. ഇനി ഞങ്ങൾക്ക് വീഡിയോസ് കിട്ടാൻ പാടായിരിക്കും. ശബ്ദരേഖ മാത്രം ഉണ്ടാവുള്ളൂ. അതെ. മോളിനോട് ബൈ ബൈ പറഞ്ഞിരിക്കുന്നു ഗൈസ്. ഇപ്പൊ ഇത് എക്സിറ്റും അല്ല, ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറ്റി, അതുകൊണ്ട് സുഖമായി. രണ്ടും എൻട്രൻസ് എക്സിറ്റ് ഒരു സ്ഥലത്തായിരുന്നു, പക്ഷെ ഇപ്പൊ അത് മാറ്റി, അതുകൊണ്ട് കുറച്ച് നന്നായി. ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടം. ഓ മൈ ഗോഡ്. വിശക്കുന്നുണ്ടോ കുട്ടാ? നന്നായിട്ടുണ്ട്. ആണ്. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ പാരഗണില്ലേ? അല്ലേ, പാരഗണില്ല. പാരഗൺ ലുലു മാത്രം. അവിടെ തന്നെ നല്ല അപ്പവും ഫിഷ് മാംഗോ കറിയും. നിങ്ങളെ റമീസ് ഉണ്ട്, നിങ്ങളെ മട്ടൻ കറി കഴിക്കാനുള്ള റമീസ്. മട്ടൻ ഇപ്പൊ ഉച്ചക്ക് ലാവിഷ് ആയിട്ട് കഴിച്ചോണ്ട് അതുകൊണ്ട് ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നില്ല. എന്തെങ്കിലും ചെറുതായിട്ടൊരു 4 അപ്പവും ഒരു താറാവ് മപ്പാസും. ഇന്ന് താറാവ് മപ്പാസിന്റെ വീഡിയോ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയത്. താറാവ് മപ്പാസ് ആയിരുന്നല്ലോ തോന്നില്ല, താറാവ് കറി. താറാവ് റോസ്റ്റോ, താറാവ് കറി. എന്താ എന്റെ മാത്രം കാണിച്ചോണ്ടിരിക്കുന്നു? ചുമ്മാ ഏട്ടല്ലേ പറയുന്നത്. നേരത്തെ പോലെ വെക്കുക, അപ്പൊ രണ്ടാളും കാണും. അങ്ങനെയാണ് വിശേഷങ്ങൾ. നിങ്ങളവിടെ എന്താണ് ഫുഡ് കഴിച്ചത് വൈകുന്നേരം? എനിക്ക് ടൈം അതിക്രമിച്ചു. സമയത്ത് ഇപ്പം 8 മണിയാവാറ്. 7-7:30 ആവുമ്പത്തേനും എന്തെങ്കിലും കഴിക്കണം. ഫുഡ് കഴിക്കണം. ഫുഡ് ഇപ്പൊ മേടിച്ചേരാട്ടോ. അയ്യോ, നമ്മളതിന് ലുലു അല്ല എടപ്പള്ളിയിലേക്ക് പോകുന്നില്ലല്ലേ നമ്മള്? തട്ടുകട. ഞങ്ങൾ എടപ്പള്ളിയിൽ ഒരു തട്ടുകട കണ്ടുപിടിച്ചു ഗൈസ്. അടിപൊളി. അല്ല, പണ്ട് ഫേമസ്. ഐ മീൻ ഞങ്ങൾ കക്കറിച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കക്കറിച്ചി കൊള്ളാം. കാരണം കക്കറിച്ചി അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടില്ലല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് എടപ്പള്ളി എവിടെയാ പറയാ, ഭീമന്റെ സർവീസ് റോഡിലാണത്. അറേബ്യൻ പാലസോ? അറേബ്യൻ പാലസിന്റെ ഒക്കെ അവിടെയാ. പക്ഷെ തൊട്ടപ്പുറത്തുള്ള തട്ടുകട പക്ഷെ കൊള്ളാം. പണ്ട് പോയതാ, പിന്നെ ഇപ്പോഴാണ് ഞാൻ എറണാകുളത്ത് വന്ന സമയത്തൊക്കെ പോയിട്ടില്ല. പക്ഷെ കൊള്ളാം, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ, ചിക്കൻ ലെഗ് പീസ്, അതുപോലെ നെയ്ച്ചോറൊക്കെ സൂപ്പറാ. എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ തരും. ഒരു പുട്ട് മിക്സ് അങ്ങനെയൊക്കെ തരുന്നുണ്ട്. പക്ഷെ എല്ലാം കൊള്ളാം. ഇടിയപ്പം, പത്തിരി എല്ലാം. പക്ഷെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നവരെ കഴിക്കാറില്ല നമ്മള്. പക്ഷെ അന്ന് അപ്പം കഴിക്കുന്നിടത്ത് ഞാൻ അന്ന് കപ്പ കഴിച്ചു, 4 അപ്പം കഴിച്ചു, ഓംലെറ്റ്, ഡബിൾ ഓംലെറ്റ് കഴിച്ചു, 2 ഡബിൾ ഓംലെറ്റ്. പക്ഷെ അങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചു പോകും. നല്ല തിരക്കുണ്ട്. അങ്ങനെ നമുക്ക് നിന്ന് അങ്ങനെയൊക്കെ കഴിക്കുന്നത്. പക്ഷെ അതും ഞങ്ങൾ അന്ന് പോയപ്പോ നല്ല മഴയത്തായിരുന്നേ, എന്നിട്ട് പോലും അവിടെ ഫുൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങളെ കാണുന്നുണ്ടാവില്ല ഇരിക്കും. അതെ, ശബ്ദം മാത്രം. കണ്ണിലൊരു വെളിച്ചം. ഏട്ടനെ കാണുന്നുണ്ട്. എന്താ ഇവിടെ വിളിച്ചു വരുന്നത്? അപ്പം ഞങ്ങൾ തട്ടുകടയിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ വീഡിയോ കാണിക്കും. ഞങ്ങൾ അങ്ങനെ തട്ടുകടയിൽ പോവാൻ തീരുമാനിച്ചു. തട്ടുകടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് എവിടെയാന്ന് പറഞ്ഞാൽ എടപ്പള്ളി സിഗ്നലിന്റെ അവിടെ തന്നെ. കാക്കനാട്ടിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം.
കാണില്ല. അതാണ് തട്ടുകട. ക്ലിയർ ആവുന്നുണ്ടോ എനിക്കറിയില്ല. ഫുള്ള് വെളിച്ചം കണ്ടു. കുറേ നല്ല തിരക്കുണ്ട്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ, കുഞ്ഞു ഡേ ഒന്നല്ല, നല്ല വലിയ ഡേ ആയിരുന്നു. വലിയ ഡേ ആയിരുന്നു. വീഡിയോ കുഞ്ഞിതായിരുന്നു. കാരണം ഞങ്ങൾ പേർച്ചേസിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഒന്നും എടുത്തില്ല. കാരണം അവർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്ര കുറച്ച് ഞാനിങ്ങനെ ഏട്ടനൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് ക്ലിപ്പിങ്സ് എടുത്തെന്നല്ലാതെ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമുള്ള ദിനങ്ങൾ ഉണ്ടാവട്ടെ. ബൈ. Thank you.